പ്രിയമുള്ളവരെ, ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നോർവീജിയൻ എഴുത്തുകാരനായ ടാർജയ് വാസിൻ്റെ മഞ്ഞുകൊട്ടാരം അല്ലെങ്കിൽ ദ ഐസ് പാലസ് എന്ന നോവലാണ് പരിചയപ്പെടുത്തുന്നത്. ഈ നോവലിൽ രണ്ട് പെൺകുട്ടികളുടെ ഹൃദയബന്ധം അസാധാരണമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു നോവലാണിത്. സിസ് എന്നും ഉൻ എന്നും പേരായ 11 വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ. സിസ് വളരെ വാചാലയായ ഒരു പെൺകുട്ടിയാണ്. ഉൻ വളരെ അന്തർമുഖയായിരിക്കുന്ന ഒരു കുട്ടി. രണ്ടുപേരും കൂട്ടുകാരാണ്. ഒരു ദിവസം ക്ലാസ്സിൽ വെച്ച് ഉൻ സിസിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അന്ന് ക്ലാസ്സിലായിരുന്നു. സിസ് വീട്ടിൽ വരുമ്പോൾ ഉൻ പറഞ്ഞു, എനിക്കൊരു രഹസ്യം നിന്നോട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിസ് ചോദിച്ചു, എന്താണ് രഹസ്യം? ഉന്നിന് പെട്ടെന്ന് രഹസ്യം എന്താണെന്ന് പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ സിസിന് വളരെ ദുഃഖം തോന്നി. അവൾ അവിടെ നിന്നും പിണങ്ങിപ്പോവുകയാണ്. പിണങ്ങിപ്പോയപ്പോൾ ഉൻ അവിടെ നിന്ന് അവളും പോവുകയാണ്. അവൾ ഒരു കാട്ടിലേക്കാണ് പോകുന്നത്. കാട്ടിൽ അരുവിയുടെ തീരത്ത് ചെല്ലുമ്പോൾ അവിടെ നല്ല മഞ്ഞാണ്. ഒഴുകുന്ന നദിയെ വരെ മഞ്ഞുകട്ടയാക്കുന്ന മഞ്ഞുകാലം. അത്രയ്ക്ക് തണുപ്പാണ്. അവളങ്ങനെ ഇരിക്കുമ്പോൾ ആ നദിയിൽ കൂടി ഇതാ ഒരു ഐസ് കൊട്ടാരം ഒഴുകി വരുന്നു. അവളകത്തേക്ക് അത് നോക്കിയപ്പോൾ അതിന് വാതിലുകളില്ല. ആ കൊട്ടാരത്തിന് വാതിലുകളില്ല. ഐസ് കൊട്ടാരമാണ്. ഐസിൻ്റെ വിടവിൽ കൂടി അവൾ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ നല്ല തണുപ്പാണ്. ആ തണുപ്പിൽ മരവിച്ചു പോവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പോഴാണ് സിസിൻ്റെ കാര്യം ഓർക്കുകയാണ്. പെട്ടെന്ന് തൻ്റെ കൂട്ടുകാരി തന്നെ വിട്ടുപിരിഞ്ഞല്ലോ എന്ന് ഓർക്കുകയാണ്. ആ നിമിഷം ഐസ് വന്ന് അവളെ മൂടുകയാണ്. ഉൻ ആ ഐസ് കൊട്ടാരത്തിൽ നിന്ന് അമർന്നു പോകുന്നു. ഈ സമയത്ത് സിസ് ഉന്നിനെ അന്വേഷിച്ച് വരികയാണ്. പക്ഷേ തൻ്റെ കൂട്ടുകാരിയെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ സാധാരണമായിട്ടുള്ള വേർപാടിൻ്റെ ഒരു കഥയാണ് മഞ്ഞുകൊട്ടാരം. നന്ദി, നമസ്കാരം.